ഹായ് ഫ്രണ്ട്സ്, ബിൽഡേഴ്സ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാളാച്ചാലിലാണ്. ചങ്ങരകുളം ഹൈവേയിലുള്ള, ചങ്ങരകുളം എടപ്പാൾ ഹൈവേയിലുള്ള കാളാച്ചാലിൽ പ്രിയപ്പെട്ട ഹബീബിന്റെ വീട്ടിലേക്കാണ്. ഹബീബ് ഷബിന ദമ്പതികളുടെ വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പറയുന്നത്, ഹബീബ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഒരുമിച്ച് സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിച്ച സുഹൃത്താണ് ഹബീബ്. ഹബീബിൻ്റെ വീടാണിത്. ഈ വീട് എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിങ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് ആർക്ലിങ്സ് ആണ്. ആർക്ലിങ്സിൻ്റെ സുധീർക്കാണ്. സുധീർക്കാൻ്റെ ടീമാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മൾ സുധീർക്കാൻ്റെ വീട് നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ സുധീർക്കാൻ്റെ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷനാണ്. പുള്ളി പെർഫെക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ വീടിലും കാണാൻ വേണ്ടി സാധിക്കും. ഇത് 2950 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു വീടാണ്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഔട്ട്ലുക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതൊരു മോഡേൺ ആയിട്ടുള്ള ഒരു വീടാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ ഒരു കേരള ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ്റെ ഒരു സ്റ്റൈൽ, അതോടൊപ്പം തന്നെ യൂറോപ്യൻ വീടുകളുടെ ഒരു പുറത്തുള്ള ഒരു എലിവേഷൻ്റെ സ്റ്റൈലൊക്കെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്. അതിൻ്റെ ഒരു പുറത്തുനിന്നുള്ള കളറൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചാൽ അതിൻ്റെ പുറത്ത് ഭാഗത്ത് ഒരു ബ്രിക്ക് സ്റ്റോൺ ഉപയോഗിച്ച്, ബ്രിക്ക് ടൈൽ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിസൈൻ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ലുക്ക് ഈ വീടിന് നൽകുന്നുണ്ട്. പിന്നെ ഈ പുറത്തേക്കുള്ള വിൻഡോസൊക്കെ വലിയ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ, അത് വളരെ വിശാലമായ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്നുള്ള എലവേഷനിൽ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നുണ്ട് ആ വിൻഡോസിൻ്റെ ഒക്കെ ലുക്ക്. അതാണ് അതുമായി ബന്ധപ്പെട്ട്. പിന്നെ അതിൻ്റെ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അകത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണിക്കുന്ന വീടുകളൊക്കെ നമ്മൾ ചങ്ങരകുളത്തെ ബിൽഡേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമിൽ നിന്ന് നമ്മൾ ടൈൽസ്, ബാത്റൂം ഫിറ്റിങ്സ്, സാനിറ്ററി വെയർസ് ഒക്കെ സപ്ലൈ ചെയ്തിട്ടുള്ള വീടുകളാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചങ്ങരകുളത്ത് 25,000 സ്ക്വയർ ഫീറ്റിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ രംഗത്തെ അത്ഭുത ലോകം തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വീട് പണി നടക്കുന്ന ആളുകൾക്ക് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പേസാണ് നമ്മളത്. സ്വാഭാവികമായിട്ട് നമുക്ക് കേരളത്തിലുടനീളം നമുക്ക് ഡെലിവറി ഉണ്ട്, കേരളത്തിലുടനീളം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ EMI ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്, അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്കിതകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ വളരെ വിശാലമായിട്ടൊരു ഒരു സ്പേസാണ് കിട്ടുന്നത്. വളരെ വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. ആ വിശാലത അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇതിന് താഴെ വിരിച്ചിട്ടുള്ള ടോസ്കാനയുടെ അവീറ ബീജ് എന്ന് പറഞ്ഞ സീരീസിൽ പെട്ട ഒരു ഗ്ലോസി ഫിനിഷുള്ള വളരെ മനോഹരമായ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ത്രൂ ഔട്ട് ഈ വീട്ടിൽ ഈ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ ഒരു ലുക്ക് ഭയങ്കര ലുക്ക് ആൻഡ് ഫീൽ ഭയങ്കര ആയിട്ടുള്ളൊരു ടൈലാണിത്. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യിക്കുന്നൊരു ടൈലാണിത്. അപ്പോൾ ഇതാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നൊരു അട്രാക്ഷൻ ഈ ടൈലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് കയറി ഉടനെ തന്നെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ ഉണ്ട്. ആ ലിവിങ് ഏരിയ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കർട്ടൻസും അതിൻ്റെ ഈ ഒരു ടൈൽസിൻ്റെ തന്നെ ഒരു പാറ്റേൺ പിടിക്കുന്ന രീതിയിൽ അതിൻ്റെ കർട്ടൻസും അതിൻ്റെ സോഫയുടെ കളേഴ്സൊക്കെ പിടിച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് ഈ ഏരിയയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത് ഇവിടെ ചെയ്തിട്ട് ചെറിയൊരു പാർട്ടീഷനാണ്. അത് GI ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ വീട് സംതിങ് സ്പെഷ്യലാക്കാൻ വേണ്ടി ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ പോയിന്റ്സുകൾ നോട്ട് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലിവിങ് ഏരിയയിൽ നോക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമുക്കൊരു കോർട്ട്യാർഡ് ഏരിയ കാണാം. അതിപ്പുറത്ത് കൂടെ വരുമ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് വന്നാൽ ലെഫ്റ്റ് സൈഡിലാണ് ആ കോർട്ട്യാർഡ് കിട്ടുന്നത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ 3 ബെഡ്റൂമുകളാണുള്ളത്. 3 ബെഡ്റൂമുകൾ, കിച്ചൺ, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു കോർട്ട്യാർഡ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കിട്ടും. വളരെ ഭംഗിയായിട്ട് കോസി ആയിട്ടുള്ള സോഫ സെറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഭംഗിയുള്ള ഒരു TV സ്റ്റാൻഡുണ്ട്. TV പാനൽ ഏരിയ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു സംഗതി ഉള്ളത്. ഒരു ഫാമിലി ലിവിങ് ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് മേലേക്കുള്ള സ്റ്റെയർസ് ഉള്ളത്. സ്റ്റെയർസ് 2 സൈഡിലും ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകളാണെങ്കിൽ വുഡൻ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ മേലെ ഒരു ഹാൻഡ് റെയിലാണ്, ഈ വുഡൻ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഭംഗിയുള്ളൊരു സ്റ്റെപ്പാണ് മേലേക്കുള്ള. ഈ സ്റ്റെയർസ് കഴിഞ്ഞാൽ അത് നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കാണാം. ഡൈനിങ് ഏരിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ അതിൻ്റെ ചെയേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു വാൾ ഏരിയ മൊത്തം ഇത് ചെയ്തിട്ടുണ്ട്, കർട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വലിയൊരു വിൻഡോ ആണ് പുറത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിലാണെങ്കിൽ ഇച്ചിരി വാളിൽ ഒരു ടെക്സ്ചർ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കോർട്ട്യാർഡിൻ്റെ അവിടെയും തന്നെ ഒരു സിമെൻറ്റ് കളറിൻ്റെ ലുക്കിലുള്ള ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ടെക്സ്ചറിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വളരെ ഭംഗിയായിട്ടുള്ള അതിൻ്റെ ഒരു മൊത്തത്തിൽ വീടിൻ്റെ ഒരു എലഗൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ക്ലോക്ക് ആണെങ്കിലും ശരി, ഇവിടെ കൊടുത്തിട്ടുള്ള വാൾ പെയിൻറ്റിങ്സ് ആണെങ്കിലും ശരി, അതിനൊക്കെ ഒരു യൂണീക്നെസ് വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ലൈറ്റ്സും അതിൻ്റെ ഒരു സീലിംഗ് ഏരിയ ഒക്കെ ആണെങ്കിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ വാഷ് ഏരിയയിലാണെങ്കിൽ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇവിടെ ബെൽവിറ്റിൻ്റെ ഒരു വലിയ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെൽവിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഡീൽ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. ബെൽവിറ്റിൽ സാനിറ്ററി വെയറിൽ ഇമ്പോർട്ടഡും എക്സ്പോർട്ടഡും ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ വലിയൊരു പ്രൊഡക്റ്റ് റേഞ്ച് നമ്മുടെ അടുത്തുണ്ട്. വലിയൊരു ഡിസ്പ്ലേ സ്റ്റുഡിയോ തന്നെ നമ്മുടെ ഷോറൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൽവിറ്റിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഇത്. പിന്നെ ഒരു LED മിറർ കൊടുത്തിട്ടുണ്ട്. വാളിൽ ഒരു ചെറിയ ബ്രിക്സിൻ്റെ ഡിസൈനുള്ള വൈറ്റ് കളറിലുള്ള ഒരു ഭംഗിയുടെ ഒരു വാൾ പ്ലാനിങ് ടൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ ഒരു സൺഹാർട്ടിൻ്റെ ഒരു 15 mm തിക്നെസ്സിൽ വരുന്നൊരു ടൈലുണ്ട്. ഒരു 2400x800 സൈസിൽ വരുന്ന ഈ കൗണ്ടർ ടോപ്പ് പർപ്പസിന് വേണ്ടി, കിച്ചൺ ടോപ്പ് പർപ്പസിനൊക്കെ വേണ്ടി വരുന്ന ടൈലാണത്. അത് യൂസ് ചെയ്തിട്ടാണ് ഈ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഏരിയ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കിച്ചൺ കാണാം. അതിനപ്പുറത്താണെങ്കിൽ ഒരു മനോഹരമായിട്ടൊരു പാഷ്യോ ഉണ്ട്. ഈ പാഷ്യോയിലേക്ക് 2 എൻട്രി ഉണ്ട്. നമ്മൾ ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് എൻട്രി ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് കിച്ചണിൽ നിന്ന് എൻട്രി ഉണ്ട്. അവിടെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഏരിയ ആണത്. അവിടെ വുഡൻ ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു ലുക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സൈഡിലെ വാളിലാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലത്തെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഭംഗിയുള്ളൊരു വാൾക്കോളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഭംഗിയുള്ളൊരു ഈസി ചെയറാണുള്ളത്. ആ ഈസി ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബീബിൻ്റെ ഉമ്മയൊക്കെ റിലാക്സ് ചെയ്ത് ഇരിക്കുന്നൊരു ചെയറാണത്. ഒരു ഭംഗിയുള്ളൊരു ചെയറാണ്. പിന്നെ അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു ഹാങ്ങിങ് ഒരു ഊഞ്ഞാൽ ടൈപ്പുള്ളൊരു സീറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണുള്ളത്. ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്ത് നമ്മൾക്ക് കണ്ട ആ ഒരു ഇൻറ്റീരിയർ എലഗൻസിൻ്റെ ഒക്കെ ആ ഒരു തീം തന്നെ, അതിൻ്റെ ഒരു വൈബ് അതേപോലെ ലുക്ക് ആൻഡ് ഫീൽ അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് റൂമുകളിലേക്കും. വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടൊരു ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിലെ വാളിലാണെങ്കിൽ ടെക്സ്ചറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ വാളിൽ പെയിൻറ്റിങ്സ് ആണെങ്കിലും മറ്റുള്ള ആക്സസറീസ് ആണൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വാർഡ്രോബ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സൗകര്യമുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ബെഡ്റൂമാണുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും ഫ്ലോറിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ അവീറ റീജിയൻ തന്നെയാണ് ത്രൂ ഔട്ട് ഫ്ലോർ വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗി റൂമിനൊക്കെ കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതേ വൈബ് പിടിച്ചാണ് ബാക്കി റൂമുകളൊക്കെ ഉള്ളത്. റൂമുകളൊന്ന് കണ്ടു. ഈ വീട്ടിലെ ടോയ്ലറ്റുകൾ നോക്കാം. അപ്പോൾ ടോയ്ലറ്റുകൾക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടൈൽ എന്ന് പറയുന്നത് 1600x800 സൈസിൽ വരുന്ന സൺഹേർട്ടിൻ്റെ ടൈലുകളാണ്. അത് പല ഡിസൈനിലുള്ള പല ഫിനിഷിലുള്ള ടൈൽസിൻ്റെ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ടോയ്ലറ്റുകളും ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ ഇപ്പോൾ ഇവിടെ ഒരു കാർവിംഗ് ഫിനിഷിലുള്ള ഒരു മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസാണ് മറ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് വാളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുള്ളത് സാനിറ്ററി വെയർ, അത് വാഷ് ബേസിനും അതുപോലെ തന്നെ വാൾ ഹാൻഡ് ക്ലോസറ്റും കൊടുത്തിട്ടുള്ളത് കെറോവിറ്റിൻ്റെ ആണ്. കെറോവിറ്റ് എന്ന് പറയുമ്പോൾ കജാരിയൻ്റെ ബ്രാൻഡാണ് കെറോവിറ്റ്. അതുപോലെ തന്നെ ഫിറ്റിങ്സ് കൊടുത്തിട്ടുള്ളത് ഒക്കെ കെറോവിറ്റിൻ്റെ തന്നെയാണ്. ടാപ്സും മറ്റ് ഫിറ്റിങ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് തെർമോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഡൈവേർട്ടറുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി ജെറ്റൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഷവർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ടോയ്ലറ്റുകളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ കിച്ചണിലുള്ളത്. കിച്ചണും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ആ ഒരു വൈബ് പിടിച്ചുകൊണ്ട് തന്നെ ഒരു മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചണാണ്. അത് കാണാൻ വേണ്ടി കഴിയുമെങ്കിൽ മനോഹരമായിട്ടുള്ള കിച്ചൺ കബോർഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടറിൻ്റെ താഴെയുള്ള ഒരു ഗ്രീനിഷ് കളർ കൊടുത്തിട്ടും ഒക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പായി യൂസ് ചെയ്തിട്ടുള്ളത് സൺഹാർട്ടിൻ്റെ 15 mm തിക്നെസ്സിൽ വരുന്ന 2400x800 സൈസിലുള്ള മട്രിക്സ് വൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണത്. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് അത് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇതേ മെറ്റീരിയലാണ് ഇതിൻ്റെ മറ്റുള്ള ചെറിയ കൗണ്ടർ ടോപ്പ് വരുന്ന ഏരിയകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണ്. നമ്മുടെ ഷോറൂമിൽ തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ സെഗ്മെൻറ്റ് തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയുന്നത് ഹാഫ്ലാൻ്റെ ഹോബ്, അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ്ലാൻ്റെ ചിമ്മിനി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാഫ്ലേ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഡീൽ ചെയ്യുന്ന ജർമ്മൻ ബ്രാൻഡാണ്. മനോഹരമായിട്ടുള്ള അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ടൈൽ ചെയ്തിട്ടുള്ളത് മെർഫിൽ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ടൈലാണ്. അതിൻ്റെ 1600x800 സൈസിൽ വരുന്ന മെർഫിൽ നാച്ചുറലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാറ്റിൽ കാർവിങ് വരുന്ന ഒരു ടൈലാണത്. അത് സ്പേസറൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ വാളിലുള്ളതാണ്. അത് 4x2 സൈസിൽ വരുന്ന ഒരു ടൈലാണ് ഗ്ലോസി ഫിനിഷിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ പറഞ്ഞ പോലെ സ്പേസറിട്ട് അപ്രോച്ച് ചെയ്തിട്ട് മനോഹരമായിട്ടാണ് അതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റേഴ്സ് കയറി മേലേക്ക് വരികയാണ്. നമ്മൾ സ്റ്റേഴ്സ് നേരത്തെ സൂചിപ്പിച്ച പോലെ വുഡൻ ടൈൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. ഭംഗിയായിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വുഡൻ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ പറഞ്ഞ അതേ 6x4 സൈസിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് വിരിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ മേലെ ഒരു ബെഡ്റൂമാണ് ആകെ ഉള്ളത്. ആ റൂമിൽ അത് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ ചെറിയൊരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കോസി ആയിട്ടുള്ളൊരു സീറ്റൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ വീടിൻ്റെ ഗൃഹനാഥയാണ്, നമ്മളെ ഹബീബിൻ്റെ വൈഫ് ഷബ്ന. അതുപോലെ തന്നെ ഹബീബിൻ്റെ ഉമ്മയാണ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരോട് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ, വളരെ മനോഹരമായിട്ടുള്ള വീടാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഫുള്ള് കണ്ട് സൂപ്പറായിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്ര നല്ലൊരു വീടുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഈ ടൈൽസ്, അതുപോലെ തന്നെ സാനിറ്ററി വെയർ ഐറ്റംസ്, ഫിറ്റിങ്സ്, ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള എക്സ്ക്ലൂസീവായിട്ട് എല്ലാം സപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ചങ്ങനാളത്തെ ബിൽഡേഴ്സ് നിങ്ങൾ തന്ന് അതിന് വെരി സ്പെഷ്യൽ താങ്ക്സ് ടു യു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളവിടുത്തെ ഒരു ഇതിൻ്റെ എക്സ്പീരിയൻസ്? അതുപോലെ നിങ്ങൾ ഈ വീടിൻ്റെ പൊതുവായിട്ടുള്ള വീടിൻ്റെ കോൺസെപ്റ്റ്, ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
നമ്മളെ വീട് കോൺട്രാക്ട് എടുത്തുള്ളത് സുധീർ എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വിൽഡക്കോറിൽ ചെന്ന് എത്തിയത്. അവിടുത്തെ പ്രൊഡക്റ്റ് എല്ലാം നമ്മൾക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത് വന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ. അപ്പോൾ പിന്നെ എല്ലാം അവിടെ നിന്ന് തന്നെ എടുക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാ ഐറ്റംസും, കിച്ചൺ ഐറ്റംസ്, അതിൻ്റെ സിങ്ക്, എല്ലാ ഐറ്റംസും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എല്ലാം ബെറ്റർ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. സർവീസൊക്കെ ഓക്കെയാണ്. കയ്യിലും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തുള്ളത്. ഷാനിഫായിരുന്നു നമ്മളെ ഡീൽ ചെയ്ത ആള്. ഷാനിഫായിരുന്നു ആള്. ഓക്കെയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമ്മുടെ കൂടെ നടന്ന് എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാക്കി തരാനൊക്കെ എല്ലാം ബെറ്റർ ആയിരുന്നു. സാധാരണ എല്ലാ കസ്റ്റമർ അറ്റൻഡ് ചെയ്യണല്ലോ, സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നിങ്ങളെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സുധീർക്ക വഴി അങ്ങനെയുള്ള കെയർ ഓഫിലാണ് ഷാനിഫിനെ കിട്ടിയത്. സുധീർക്കയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് സെലക്ട് ചെയ്യും. അതിന്റെ പെർഫെക്ഷന്റെ കാര്യത്തിൽ, ടൈമിങ്ങിന്റെ കാര്യത്തിലൊക്കെ കൂടെ വന്നിട്ടാണ് നമ്മൾ അവിടെ നോക്കിയത്. അപ്പോൾ പിന്നെ ഷാനിഫിനെയാണ് നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അവനാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്? നിങ്ങൾ നമ്മളെ ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? റെഡിയാണ്. നമ്മൾ ഈ കാര്യത്തിൽ ഹാപ്പിയാണ്. ബിൽഡക്കോറിന് വലിയ താങ്ക്സ് പറയുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇനി മറ്റ് വിശേഷങ്ങളുമായിട്ട്, മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ കാണാം. അതുവരേക്കും ബൈ ബൈ.